ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്നു. 30-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നതാണ്: ദൈവത്തിൽ നിന്ന് കേട്ട നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മയാണ്. അല്ല എങ്കിൽ നിങ്ങൾ ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചിതറിക്കപ്പെടും. അങ്ങനൊരു കാലം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ നിങ്ങൾ ചിതറിക്കപ്പെട്ട് കഴിയുമ്പോൾ, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങൾ ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഓർക്കും. ആ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകും. അന്ന് അടിമത്തത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ ശാപമെല്ലാം ദൈവം നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് നൽകും. നിങ്ങളെ ദൈവം സംരക്ഷിക്കുകയും നിങ്ങളെ കൂട്ടിവരുത്തുകയും വാഗ്ദത്ത ദേശത്ത് നിങ്ങൾക്ക് പ്രവേശിക്കുവാനും അത് അനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അന്ന് ദൈവം നിങ്ങളോട് കാരുണ്യം കാണിക്കും. പിതാക്കന്മാരുടെ പിതാക്കന്മാരെക്കാൾ അനേക മടങ്ങ് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിന്റെ ഐശ്വര്യത്തിൽ ദൈവം പോലും സന്തോഷിക്കും. കാരണം നീ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നീ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനനുസരിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് നീ ജീവിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ദൈവം പോലും സന്തോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി വിശ്വാസികൾ ജീവിക്കുക എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായ പാപത്തിന് വിധേയമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിതറിക്കപ്പെടുകയും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അനേകമടങ്ങായി ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോൾ നാം അനുദപിക്കുന്നുവോ അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു തരികയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും നമ്മൾ ചെയ്യും. നിലുവായിലെ ജനം പാപം ചെയ്ത ജനമാണെങ്കിലും അവർ 3 ദിവസം ചട്ടിയിലും വെണ്ണീറിലും ഇരുന്ന് അനുദപിക്കാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ശിക്ഷയെല്ലാം മാറ്റിക്കളഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സമയത്തും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ദൈവമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. 10-ാം വാക്യത്തിൽ പറയുന്നു: ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ലഭിക്കുന്ന ഒരു കാര്യം നീ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചെങ്കിൽ മാത്രമേ നിനക്കിത് ലഭ്യമാവുകയുള്ളൂ. 11-ാം വാക്യം പറയുന്നു: ഈ കൽപ്പന നിൻ്റെ ശക്തിക്ക് അതീതമല്ല, നിനക്ക് അപ്രാപ്യമാം വിധം അത് വിദൂരസ്ഥവുമല്ല, അത് കടലിനക്കരെയുമല്ല. നിൻ്റെ സമീപത്ത് ഈ കൽപ്പനകളും ഇതെല്ലാം നിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഇനി സ്വർഗത്തിൽ നിന്ന് ആരും ഇത് കൊണ്ടുതരേണ്ടതായിട്ടില്ല. ഇത് പ്രാവർത്തികമാക്കുവാൻ നീ കടലിനക്കരെ പോകേണ്ട സാഹചര്യവുമില്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അതിരത്തിലുണ്ട്, നിൻ്റെ ഹൃദയത്തിലുമുണ്ട്. അത് നീ പ്രാവർത്തികമാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. നീ അത് ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലും ഇന്ന് വചനം നമുക്ക് സമീപമാണ്. ഒരു 150 വർഷം മുമ്പ് ആളുകൾക്കിത് കാണുവാനോ വായിക്കുവാനോ ഉള്ള അവസരം സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ദേവാലയങ്ങളിലൊക്കെ സുറിയാനി ഭാഷയിലോ മറ്റു ഭാഷയിലോ ലത്തീൻ ഭാഷയിലൊക്കെ എഴുതിയ ഓരോ ബൈബിൾ കാണും. അതിൽ നിന്ന് പുരോഹിതന്മാർ പ്രസംഗിക്കുന്നു, ജനങ്ങൾ കേൾക്കുന്നു, അത് കേട്ടനുസരിച്ച് അവർ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാലും പാശ്ചാത്യ മിഷണറിമാരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായും ഒക്കെ നമുക്കിന്ന് ബൈബിൾ നമ്മുടെ കരങ്ങളിൽ കിട്ടത്തക്കവണ്ണം ദൈവവചനം കയ്യിലെടുക്കുവാനും വായിക്കുവാനും നോക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതന്വേഷിച്ച് നമ്മൾ ദൂരദേശത്തെങ്ങും പോകേണ്ടതായിട്ടില്ല.
ആ ദൈവം തന്ന കൽപ്പനകളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായിക്കുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്, ബുദ്ധി നമുക്കുണ്ട്, സാഹചര്യം നമുക്കുണ്ട്, ഓർമ്മ നമുക്കുണ്ട്. അതനുസരിച്ച് വായിച്ചതനുസരിച്ച് നമ്മൾ ജീവിക്കുമെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. എത്രമാത്രം അനുഗ്രഹീതമായ ഒരു സാഹചര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. 15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ജീവനും മരണവും നന്മയും തിന്മയും നിന്റെ മുൻപിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്കത് തിരഞ്ഞെടുക്കാം. പ്രിയമുള്ളവരെ, ദൈവം ആരെയും ഒന്നിനെയും അടിച്ചേൽപ്പിക്കുന്നവനല്ല. ഇതാണ് സൃഷ്ടിയിൽ ദൈവം നമുക്ക് തന്ന ഫ്രീ വിൽ, അല്ല പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും, വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനും, പുറന്തള്ളാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് ദൈവികമായ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയത് ദൈവം ആരെയും ബലപ്രയോഗത്തിലൂടെ ഒന്നും അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നവനല്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അനുസരിച്ചാൽ നമുക്ക് നന്മ ലഭിക്കും, അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകും. രണ്ടിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വെളിപാട് 3:20 പറയുന്നില്ലേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് തുറന്ന് തന്നാൽ ഞാൻ അകത്ത് വരും, ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കുക, സന്തോഷം ഞാൻ പങ്കുവയ്ക്കും. ദൈവം ബലം പ്രയോഗിച്ചൊരിക്കലും തുറക്കുകയില്ല. അങ്ങനെ തന്നാൽ ദൈവം തന്ന ഫ്രീ വിൽ ദൈവം തന്നെ പിൻവലിക്കുന്നതിന് തുല്യമാണ്. ദൈവനീതി അതൊരിക്കലും അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിമയം ചെയ്ത് ആ ദൈവകൽപ്പനകൾക്കനുസരണമായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. എന്നിട്ട് പറയുന്നത്, നീ ദൈവകൽപ്പനകളെ അനുസരിച്ചാൽ നിനക്ക് ദീർഘായുസ്സും ജീവനുമുണ്ട്, വാഗ്ദത്ത ദേശത്ത് നീ അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാഗ്ദത്ത ദേശം, പുതിയ നിയമത്തിലെ വാഗ്ദത്ത ദേശം സ്വർഗീയമായ കനാനാണ്. ആ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. അവിടുത്തെ ആ ദൈവത്തോട് ചേർന്നുള്ള സ്വർഗീയ നന്മകൾ അനുഭവിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണമായി നമ്മൾ ചൊല്ലുന്നത്, മരിച്ചുപോലുള്ള ഉയർപ്പിനും വരുവാനിരിക്കുന്ന ആ ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നുവെന്ന വിശ്വാസ പ്രമാണമായി എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നുമുണ്ട്. അപ്പം അതിനുവേണ്ടി അതനുസരിച്ചൊരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രവർത്തനവും ഉണ്ടാകണം. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് രക്ഷ നമുക്ക് അനുഭവവേദ്യമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.